ഭരണമാറ്റമുണ്ടാകുമെന്നും മന്ത്രിമാരാകും എന്ന മോഹത്താൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന എംപിമാരുടെ വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസിൽ വലിയ ചർച്ചകൾക്കാണ് ആ വാർത്ത തുടക്കം കുറിച്ചിരിക്കുന്നത്. അണിയറയിൽ നടന്നു വന്ന പരിശ്രമങ്ങൾ അതാണ് ന്യൂസ് 18 പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണമുണ്ടായി. ഇന്ന് KPCC അധ്യക്ഷനോട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ലിസ്റ്റ് ചെയ്ത എംപിമാർ അത് അടൂർ പ്രകാശും, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, K സുധാകരൻ എന്നിവർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. സീനിയർ നേതാക്കളാണിവർ. അപ്പോൾ ഭരണമാറ്റമുണ്ടാകും, അവർക്ക് മന്ത്രിമാരാകാൻ ആഗ്രഹമുണ്ട്. ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ അവർ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നതായിരുന്നു നമ്മളുടെ വാർത്ത. പക്ഷേ നമ്മൾ നൽകിയ ഈ വാർത്തയിൽ പെടാത്ത ചിലരും ഇത്തരം ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ഈ ന്യൂസ് 18 വാർത്ത വഴിവെച്ചു. അങ്ങനെ ഒരു ചോദ്യം ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിലേക്ക് വരികയാണ്. ആ ചോദ്യത്തിനോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് പ്രതികരിച്ചതാണ് വാർത്തയായിരിക്കുന്നത്. ഷാഫി വടകര ഉപേക്ഷിച്ച് പാലക്കാടേക്ക് മത്സരിക്കാൻ വരുമോ എന്ന ഒരു സംശയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പർട്ടിക്കുലറായ ആ ക്വസ്റ്റ്യനാണ് ഇന്ന് KPCC അധ്യക്ഷന്റെ മുന്നിലേക്ക് എത്തിയത്. സണ്ണി ജോസഫ് പറയുന്ന മറുപടി എന്ത് എന്നത് കേൾക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത വർഷം. അപ്പോൾ ഈ MP-മാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാകും? ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും നടക്കില്ല. പുയ്യാപ്പിളെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല. ഷാഫി പറമ്പിൽ അടുത്ത് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ KPCC അധ്യക്ഷനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് ഷാഫിക്ക് ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിലും പുതിയാപ്പിളെ വിട്ടുകൊടുക്കാൻ ആരും വടകരക്കാർ തയ്യാറാകില്ല എന്നതാണ്. അപ്പോൾ മാത്രവുമല്ല അത്തരമൊരു തീരുമാനം എടുക്കേണ്ടുന്ന സാഹചര്യമായിട്ടില്ല എന്നതുകൂടി സണ്ണി ജോസഫ് വിശദീകരിക്കുകയാണ്. അത്തരമൊരു ചർച്ചകളിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിന് ഇനി താല്പര്യമുണ്ടെങ്കിൽ പോലും അത് നടക്കില്ല എന്ന ഒരു വ്യക്തമായ സന്ദേശം അക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ നൽകുകയാണ്. അതേസമയം തനിക്ക് നിയമസഭാ മോഹമുണ്ടെന്ന ആ ഒരു പരാമർശം പാടെ തള്ളുകയാണ് ഷാഫി പറമ്പിൽ ഇന്ന് ചെയ്തത്. മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ MLA-മാരെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. നമ്മൾ കൃത്യമായി പറയുന്നു, നമ്മൾ കൊടുത്ത ലിസ്റ്റിൽ ഷാഫി പറമ്പിലിന്റെ പേരില്ല. ഷാഫി പറമ്പിൽ അത്തരം ഒരു നീക്കം നടത്തുന്നു എന്ന പരാമർശം ന്യൂസ് 18 വാർത്തയിലില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് KPCC അധ്യക്ഷന്റെ ഈ പരാമർശം ഉണ്ടാകുന്നത്, ഷാഫി പറമ്പിലിന്റെ മറുപടി ഉണ്ടാകുന്നത്. അപ്പോൾ ഷാഫിക്ക് ഈ വാർത്തകളിൽ എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് നോക്കാം. ഞാൻ ആദ്യം എനിക്ക് താല്പര്യമുള്ളത് വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് MLA-മാർ, UDF MLA-മാർ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ്. ആ ഉത്തരവാദിത്തമാണ് ഇനിയിപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയല്ല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ് അത്. പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങളോട് തമാശയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് കൂടുതൽ MLA-മാരുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടും സത്യം പറഞ്ഞൊരു കോൺഗ്രസ് MLA ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള കഠിനാധ്വാനം ചെയ്യും. എന്തായാലും വലിയ ചർച്ചയായിരിക്കുകയാണ് ന്യൂസ് 18 വാർത്ത. കോൺഗ്രസിൽ പല ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. മന്ത്രിസ്ഥാന മോഹവുമായി മന്ത്രിക്കുപ്പായം തുന്നി കേരളത്തിലേക്ക് വരാനെത്തിയിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നറിയുമ്പോൾ കേരളത്തിലുള്ള പലരും അസ്വസ്ഥരാകുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം അവരൊന്നും ഇങ്ങോട്ട് വരണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം എന്ന മനസ്സുള്ള നേതാക്കൾ കേരളത്തിലുണ്ട്. നമ്മൾ ഇന്നലെ K മുരളീധരന്റെ ഈ വാർത്തയോടുള്ള പ്രതികരണം കണ്ടതാണ്. MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്നതാണ് കഴിഞ്ഞ തവണ എടുത്ത തീരുമാനം. ആ തീരുമാനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ് K മുരളീധരൻ ഇന്നലെ വളരെ വ്യക്തമായി തുറന്നു തന്നെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. നോക്കൂ, ഇപ്പോഴുള്ള നിയമം എന്താണ് എന്നുള്ള K മുരളീധരന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മൾ കണ്ടു. ഷാഫിക്ക് അങ്ങനെ ഒരു ചാൻസേ ഇല്ല എന്ന് പറയുന്ന KPCC അധ്യക്ഷനെ കണ്ടു. പക്ഷേ ഈ ആഗ്രഹമുള്ള MP-മാർ, ഇങ്ങനെ ആഗ്രഹിക്കുന്ന MP-മാർ ഉണ്ട് എന്നും
അത് പിന്നീടായിരിക്കും അക്കാര്യങ്ങളിൽ തീരുമാനമെന്നും ചില പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും എന്നും പറഞ്ഞ് ന്യൂസ് 18 വാർത്ത ആദ്യ ദിവസം തന്നെ സ്ഥിരീകരിച്ചത് ഈ ലിസ്റ്റിൽ പേര് പറഞ്ഞ അടൂർ പ്രകാശ് MP ആണ്. അദ്ദേഹം അന്ന് ന്യൂസ് 18നോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ന്യൂസ് 18 വാർത്ത തള്ളാതെ, ആഗ്രഹങ്ങൾ തള്ളാതെ, സാധ്യതകൾ തള്ളാതെ ആയിരുന്നു അടൂർ പ്രകാശിന്റെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. പക്ഷേ ഇപ്പോൾ നമ്മൾ KPCC അധ്യക്ഷന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഷാഫി പറമ്പിലിന്റെ സാധ്യതയെ പാടെ തള്ളുന്നു KPCC അധ്യക്ഷൻ. അതേസമയം ഇത്തരം ഒരു ആഗ്രഹങ്ങളില്ലെന്നോ നീക്കമില്ലെന്നോ അതിനുള്ള സാധ്യതയില്ലെന്നോ പറയുന്നുമില്ല KPCC അധ്യക്ഷൻ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ചിലരുടെ കാര്യത്തിലെങ്കിലും അത്തരം വീണ്ടും വിചാരങ്ങൾ വേണ്ടിവരും, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കും എന്ന ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് KPCC അധ്യക്ഷന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ആ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള മത്സരമാണ് കോൺഗ്രസിൽ ഒരു ഭാഗത്ത് നടക്കുന്നത്, അതായത് ഡൽഹിയിലെത്തിയ നേതാക്കളുടെ ഭാഗത്ത്, MP-മാരുടെ ഭാഗത്തു നിന്നും ഉള്ളത്. അതേസമയം അവിടെ നിന്ന് വരുന്നവരുടെ എണ്ണം മാക്സിമം കുറയ്ക്കുക എന്ന നീക്കം കേരളത്തിൽ ഈ മന്ത്രിസ്ഥാനം മോഹിച്ച് നടക്കുന്ന, ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ രണ്ട് ഏറ്റുമുട്ടലാണ് ഇപ്പോൾ കോൺഗ്രസിൽ പ്രധാനമായും നടക്കുന്നത്. ന്യൂസ് 18 വാർത്ത ആ നിലയിൽ തന്നെയുള്ളതായിരുന്നു. എന്തായാലും അത്തരം ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായി നടക്കുന്നു എന്നതാണ് ഈ ഓരോ പ്രതികരണങ്ങളും തെളിയിക്കുന്നത്.